ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റമർ മോട്ടോഴ്സ് കാവന്നൂർ. ഇന്ന് കാണിക്കുന്നത് ഒരു BS4 സ്റ്റാൻഡേർഡ്. ഇതിപ്പോൾ റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്, ഫുള്ളായിട്ട് റീസ്റ്റോർ ഡിസ്പ്ലേക്ക് ആഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. BS4 സ്റ്റാൻഡേർഡ്. അതുപോലെ തന്നെ ഒരു BS6 ES ആണ് കേട്ടോ. അത് നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ടോർക്ക്, അതായത് നമ്മൾ രണ്ട് വണ്ടിയും സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടി ക്രാങ്ക് വെയിറ്റ് ഉള്ളതാണോ അല്ലെങ്കിൽ ലോ എൻഡ് ടോർക്ക് രണ്ടും സെയിം ആണോ എന്നുള്ളത് കാണിക്കുകയാണ് ചെയ്യുന്നത്. BS ആണ്. ഇത് ബാറ്ററി വീക്കാണ്, അതുകൊണ്ടാണ് കിക്ക് ചെയ്യുന്നത് കേട്ടോ. ചെറിയ രീതിയിൽ മഴയുണ്ട്. റീസ്റ്റോർ ചെയ്ത വണ്ടി പുറത്തിറക്കാൻ ഒരു മടിയുണ്ട്. ഇപ്പോൾ ടോപ്പ് ഗിയറിൽ എത്തിയിട്ടുണ്ട് വണ്ടി. 35 km/h ഇപ്പോൾ ഓടുന്നത്. വണ്ടിക്ക് യാതൊരു എൻജിൻ ഇടിപ്പോ കുത്തോ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഈ രണ്ട് വണ്ടിൻ്റെയും പെർഫോമൻസ് സെയിം ആണ് എന്നുള്ളത് കാണിക്കാനാണ് ആ വീഡിയോ പ്രത്യേകിച്ച് എടുക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ എത്ര തന്നെ വീഡിയോ ചെയ്താലും ആളുകൾക്ക് വളരെ സംശയമാണ്, സെയിം ആണോ. സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടികൾക്ക് ക്രാങ്ക് വെയിറ്റ് കുറവാണോ, ക്ലാസിക്കിൻ്റെ ക്രാങ്ക് വെച്ചാണ് വണ്ടി ഓടുന്നതൊക്കെ മെക്കാനിക്സുകൾ വരെ അവകാശപ്പെടുന്നുണ്ട്. അത് അറിവില്ലായ്മ കൊണ്ടാണ്. നമ്മൾ ഈ വണ്ടീൻ്റെ ഒക്കെ എൻജിൻ പൊളിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്, അത്ര ആധികാരികമായിട്ട് പറയുന്നത്. ഞാൻ ഈ വണ്ടി നോക്കാതെ പിന്നെ ഗിയർ ചേഞ്ച് ചെയ്യാതെ തന്നെയാണ് കയറ്റം, ചെറിയ കയറ്റം വലിച്ച് കയറ്റാൻ പോകുന്നത്. അതായത് ലോ എൻഡ് ടോർക്കിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അതായത് അടിക്കടി ഗിയർ ചേഞ്ചിങ് ആവശ്യമുള്ള എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ BS6 വണ്ടിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്യാറുള്ള വളരെ സ്മൂത്താണ് എഞ്ചിൻ. അതായത് കാർബറേറ്റർ വണ്ടിനേക്കാളും കുറച്ച് സ്മൂത്ത് റൈഡിങ് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് BS6 വണ്ടി ഓടിച്ച ആളുകൾക്കെല്ലാം അറിയാവുന്നതാണ്, ഉപയോഗിക്കുന്നവർക്ക് അറിയാവുന്നതാണ്. പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞാൽ പിന്നെ മൈലേജ് കുറച്ചും കൂടെ അധികം കിട്ടലും ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികൾക്കാണ്. പിന്നെ ഇതിൽ നിന്നെല്ലാം തന്നെ അകന്ന് നിൽക്കാനുള്ള കാരണം ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി ECM പെട്ടെന്ന് അടിച്ചു പോകുന്നു എന്നുള്ള ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെ അത് കൂടുതലും നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള മുന്നേ ഹൈ പ്രഷർ വാഷ് ഒഴിവാക്കുക. അതായത് ഓവർ കെയറിങ് കഴുകിയിട്ടല്ല നോക്കേണ്ടത്. ഡെയിലി കഴുകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ടാപ്പുവെള്ളം ഉപയോഗിച്ചിട്ട് ഒഴുക്കി കഴിയുന്നൊരു കുഴപ്പമില്ല. പ്രഷർ വാഷ് ചെയ്തിട്ട് വെള്ളം സെൻസറിൻ്റെ കപ്ലറിലേക്കും ECMൻ്റെ കപ്ലറിലേക്കും അല്ലെങ്കിൽ ത്രോട്ടിൽ ബോഡിൻ്റെ കപ്ലറിലേക്കൊക്കെ വെള്ളം അടിച്ച് കയറുമ്പോഴാണ് ഈ വിഷയം ഉണ്ടാകുന്നത് കേട്ടോ. അതേമാതിരി വാട്ടർ സർവീസ് ചെയ്ത ഉടനെ തന്നെ വണ്ടിയെടുത്ത് ഓടിക്കുക, അതും ഇതിന് വലിയൊരു നെഗറ്റീവായിട്ട് ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇഗ്നിഷൻ ഓൺ ചെയ്തതിന് ശേഷം ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുക, അതും ECMന് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാവുന്നിടത്ത് പോയിട്ട്, അതായത് BS6 EFI വണ്ടികൾ സർവീസ് ചെയ്ത് പരിചയമുള്ളിടത്ത് മാത്രം വണ്ടികൾ കയറ്റുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് കംപ്ലയിൻറ്റ് തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പ് കയറ്റുക എന്നുള്ളൊരു പതിവാണ് എല്ലാവർക്കും. അത് നല്ലോണം ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് വലിയൊരു പണച്ചിലിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല റഫായിട്ട് യൂസ് ചെയ്ത വണ്ടിയാണ്. റഫായിട്ടാണ് പുള്ളിക്കാർ യൂസ് ചെയ്യുന്നത്. പക്ഷേ റഫായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, വല്ലാതെ കഴുകലൊന്നും വല്ലാതെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ വണ്ടിക്ക് ഇതുവരെ ECMൻ്റെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ABSൻ്റെ ലൈറ്റ് കത്തുന്നുണ്ട്, അത് നോക്കിയിട്ട് ചെയ്യണം. ഒന്ന് സർവീസിന് വന്ന വണ്ടിയാണ്, അത് നോക്കിയിട്ടില്ല, ചിലപ്പോൾ സെൻസറായിരിക്കാം.
അപ്പോൾ ABS വണ്ടി നമ്മൾ ABS പോയി എന്ന് കരുതിയിട്ട് ഒരിക്കലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ബ്രേക്ക് കിട്ടും. ബ്രേക്ക് സാധാരണ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് സാധാരണ ബ്രേക്ക് കിട്ടും. ABS വർക്ക് ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം EFI എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള നല്ല സ്മൂത്ത് റൈഡിങ് ആണ്, അതിൽ യാതൊരു സംശയമില്ല. അത് നിങ്ങൾക്ക് ഓടിച്ചാൽ തന്നെ അറിയാൻ പറ്റും. അതായത് നിങ്ങൾ സെൻസർ ഉണ്ട്, മറ്റേ ഇതാണ് പേടിക്കണം, ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻസ് ആണെന്ന് പറയുന്നതൊക്കെ ശരിക്ക് പിന്നെ നമ്മളെ വെറും എന്താ പറയുക, പിന്നെ ഒരു പുതിയ ടെക്നോളജി ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടുള്ള സംസാരമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് ഒന്നും ഇനി എല്ലാ വണ്ടികളും അങ്ങനെ തന്നെ കിട്ടുള്ളൂ നമുക്ക്. നമ്മൾ പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും കാര്യം കൊടുക്കണം. അതേമാതിരി തന്നെ ബേസിക്സ് ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ ഈ വണ്ടി പിന്നെ എനിക്ക് തോന്നുന്നു 70,000-80,000 കിലോമീറ്റർ വണ്ടി കൊടുക്കാൻ നമ്മൾ എടുത്തും സർവീസ് ചെയ്യുന്ന ഒരു പ്രശ്നമില്ലാതെ. അപ്പോൾ വളരെ റയറായിട്ട് നമുക്ക് ECU മാറ്റി വെക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളൂ. നമ്മൾ ത്രോട്ടിൽ ബോഡി തന്നെ അഥവാ ഐഡ്ലിംഗ് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ത്രോട്ടിൽ ബോഡിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വിടാറാണ് പതിവ്. അങ്ങനെ ഓടുന്നവർക്ക് ചെറിയ പൈസ കൊണ്ട് സോൾവ് ചെയ്ത് കൊണ്ടു നടക്കാനും പറ്റും കേട്ടോ. നോക്കാം, 35 km/h വണ്ടി ഇപ്പോൾ ടോപ്പ് ഗിയറിൽ ഓടുന്നത് കേട്ടോ. അത് സെയിം ES ആണ് വണ്ടി. അപ്പോൾ ഏതൊരു പിന്നെ ക്രാങ്ക് ആണോ, ഏതൊരു ടെക്നോളജി ആണോ സ്റ്റാൻഡേർഡ് വണ്ടി റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്തില്ല, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള സെയിം തന്നെയാണ് ES-ലും KS-ലും എല്ലാം തന്നെ ഉള്ളത്. ബേസിക്സ് വണ്ടി വന്ന എല്ലാ വണ്ടിയിലുള്ളത്. അത് സ്റ്റാൻഡേർഡ് ആണെങ്കിലും ബേസിക് സ്റ്റാൻഡേർഡ് ആണെങ്കിലും അത് കോസ്മാറ്റിക് ചേഞ്ച് മാത്രമേ അതിനുള്ളൂ. ബാക്കി പെർഫോമൻസ് വൈസ് ഒക്കെ എല്ലാ വണ്ടിയും സെയിം ആണ്. ഈ J സീരീസ് പറയുന്ന പോലെ J സീരീസ് എല്ലാ വണ്ടിയും സെയിം പിന്നെ പെർഫോമൻസാണ് നമുക്ക് പിന്നെ പ്രദാനം ചെയ്യുക. മഴയുണ്ട്, ചെറിയ ചാറ്റൽ മഴയാണ്. അപ്പോൾ എനിക്ക് തിരക്കായതുകൊണ്ടെന്ന് നേരത്തെ വീഡിയോ എടുക്കണം, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഷോപ്പിലെ തിരക്കിൻ്റെ ഇടയിലാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. നമ്മൾ വണ്ടി എടുക്കുന്ന ആളുകൾക്ക്, അതായത് യൂസ്ഡ് മാർക്കറ്റിൽ വണ്ടി എടുക്കുന്ന ആളുകൾ ഒരു ശരിയായ രീതിയിലൊരു ഗൈഡൻസ് കൊടുക്കുക എന്നുള്ള ഞാൻ ഓടിച്ച് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ തരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഒന്ന് മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാരണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് റോയൽ എൻഫീൽഡ് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ചാനലിലൂടെ കിട്ടുന്നതാണ്. അത് സർവീസ് ആണെങ്കിലും റീസ്റ്റോറേഷൻ ആണെങ്കിലും അതിൻ്റെ റിവ്യൂ ആണെങ്കിലും യൂസ്ഡ് വണ്ടി റിവ്യൂ ആണെങ്കിലും പുതിയ വണ്ടി റിവ്യൂ ആണ്, എല്ലാ വണ്ടി റിവ്യൂസും ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഇത്. ആരെയും സൂചിപ്പിക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. എനിക്ക് എന്താണ് വണ്ടി ഓടിച്ചിട്ട് ഫീൽ ചെയ്യുന്നത് ഞാൻ പച്ചയായിട്ട് വിളിച്ചു പറയും. അതിപ്പോൾ ആരും നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും ഇഷ്ടമുള്ളവർ വീഡിയോ കാണുക. പിന്നെ ബേസിക്സ് വണ്ടി എടുക്കുന്നവർ പിന്നെ എനിക്ക് പറയാനുള്ളത്, മെക്കാനിക്സുകൾ റോയൽ എൻഫീൽഡ് വർക്ക് എടുക്കുന്ന ആളുകൾ എല്ലായിടത്തും നിരന്ന് എല്ലായിടത്തും ഉണ്ട്. BS6 വണ്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ സെൻസർ റിലേറ്റഡ് ആയിട്ടുള്ള വണ്ടി ECM പിന്നെ ബേസ് ആയിട്ടുള്ള വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് വർക്ക് അറിയുന്നവർക്ക്, അതായത് വർക്ക് എടുത്ത് പരിചയമെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിഷയമില്ലാതെ വണ്ടി വളരെ ചുരുങ്ങിയ സാധാരണ കാർബറേറ്റർ വണ്ടി കൊണ്ടു നടക്കുന്ന അതേമാതിരി ചിലപ്പോൾ അത്ര തന്നെ ചിലവില്ലാതെ വണ്ടി കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ മെയിൻ്റനൻസ് കുറഞ്ഞ നമ്മളതിൽ ഏറ്റവും കൂടുതൽ മെയിൻ്റനൻസ് കുറഞ്ഞ നമുക്ക് വന്നിട്ടുള്ളത് BS6 ആണെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം വലിയ പ്രശ്നങ്ങളൊന്നും സാധാരണ വരാറില്ല. മറ്റേ ഇടയ്ക്കിടയ്ക്ക് കാർബറേറ്ററൊക്കെ അയച്ച് ക്ലീൻ ചെയ്യണ ഓവർഫ്ലോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇതിലില്ല. പിന്നെ ഫ്യൂൽ പമ്പുണ്ട്, ഞാനിതുവരെ പറയാത്തൊരു വിഷയമാണ്. പിന്നെ ഫ്യൂൽ പമ്പിൻ്റെ പറഞ്ഞാൽ കമൻറ്റ് ചെയ്തിരുന്നു. പക്ഷേ മെയിൻ ശ്രദ്ധിക്കാനുള്ള കാര്യം, BS6 വണ്ടിയാണ് ഉപയോഗിക്കുന്നത്, മിനിമം ഒരു 2 ലിറ്റർ പെട്രോൾ അതിൽ അടിച്ചങ്ങ് മറന്നേക്കണം. കാരണം ഫ്യൂൽ പമ്പ് കംപ്ലയിൻറ്റ് പൊതുവേ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. 2 ലിറ്റർ പെട്രോൾ, നിങ്ങൾ കുറഞ്ഞ 50 രൂപക്ക് 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ഓടുന്ന ആളുകളാണ് ദയവ് ഇത് BS6 പോകരുത്. 2 ലിറ്റർ പെട്രോൾ അടിച്ച് മറന്നതിൻ്റെ ശേഷം മുകളിലുള്ള പെട്രോൾ മാത്രം യൂസ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഈ ഫ്യൂൽ പമ്പ്, അതായത് ഫ്യൂൽ പമ്പിൻ്റെ പിന്നെ കൂളിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെട്രോളാണ് കേട്ടോ. അപ്പോൾ അത് കൂളിംഗ് വേണ്ടത്ര പെട്രോളിൽ നമ്മൾ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്താൽ പമ്പ് ഓവറായിട്ട് ഹീറ്റായി അതിൻ്റെ എഫിഷ്യൻസി കുറയുകയും അതിൻ്റെ തള്ളൽ കുറയുകയും ചെയ്യും, പെട്രോളിൻ്റെ തള്ളൽ കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫ്യൂൽ പമ്പ് വീക്കാവും. പിന്നെ അത് വലിയൊരു ചെലവിലേക്ക് വരും. അത് നല്ലോണം ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ പെട്രോളിൻ്റെ കാര്യത്തിൽ. പിന്നെ
ബേസിക്സിൻ്റെ കാര്യത്തിൽ എടുക്കുന്ന ആൾ 2 ലിറ്റർ പെട്രോൾ അടിക്കാതെ മറന്നേക്കുന്ന, അതിൻ്റെ ശേഷം മുകളിലുള്ള പെട്രോൾ മാത്രം, അതിൽ ഫ്യൂൽ ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തുന്ന സമയത്ത് പെട്രോൾ അടിച്ചോളുക. അതാണ് ശ്രദ്ധിക്കണം. ലൈറ്റ് കത്തിയിട്ട് അധികം ഓടരുത്. ആ ലൈറ്റ് കത്തി കഴിഞ്ഞാൽ പെട്രോൾ അത് പമ്പിന് ആവശ്യമുള്ള പെട്രോളാണ്, നമുക്ക് ഉപയോഗിക്കാനുള്ള പെട്രോൾ അല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അത് ഓടിക്കഴിഞ്ഞതിൻ്റെ പമ്പിനൊന്നും യാതൊരു വിഷയവും വരുമല്ലോ കേട്ടോ. നല്ല ലോങ് ലാസ്റ്റിംഗ് ഉണ്ട്. ഇതുവരെ കംപ്ലയിൻസ് വന്നിട്ടില്ല, വരില്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് BS4 പോകാം. ഇപ്പം നമ്മൾ BS6 പോയേക്കുന്നത് ഞാൻ പറഞ്ഞില്ല 35 km/h ലോ ആൻഡ് ടോർക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ലോ സ്പീഡിൽ കിട്ടിയിട്ടുള്ളത്. ടോപ്പ് ഗിയറിൽ ഏറ്റവും ലോവസ്റ്റ് സ്പീഡിൽ കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ ഗ്ലാസ് ഫുൾ സൈലൻസറാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ചൊരു എക്സോസ്റ്റ് നോട്ട് കൂടുതലുണ്ടാവും. പിന്നെ ഏതൊരു സൈലൻസറും നമുക്ക് സ്റ്റാൻഡേർഡിലേക്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഒരു ഫീൽ തന്നെ കിട്ടും. ഭാഗ്യത്തിന് മഴ പോയിട്ടുണ്ട്. വണ്ടി ചെളിയിലെ വെള്ളത്തിലേക്ക് ഇറക്കാൻ ഒരു മടിയാണ്. കസ്റ്റമറിന് വണ്ടി കൊടുക്കുമ്പോൾ ഒരു വൃത്തി വേണമല്ലോ. അപ്പോൾ അതിൻ്റെ റിവ്യൂ എടുക്കുകയും വേണം, രണ്ടും കൂടെ നടക്കണം. അതുകൊണ്ട് ഒരു മടിച്ചിങ്ങനെ നിന്ന്. റോഡൊക്കെ ഉണങ്ങി എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു. ഇതിപ്പോൾ റീസ്റ്റോർ ചെയ്തുകൊണ്ട് തന്നെ വണ്ടി നല്ല സ്മൂത്താണ്. പുത്തൻ വണ്ടിൻ്റെ ഫീല് കിട്ടുന്നുണ്ട്. അത് റീസ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം. പക്ക റീസ്റ്റോറേഷൻ ആണെങ്കിൽ പിൻ ടു പിൻ പക്ക റീസ്റ്റോർ ചെയ്യുകയാണ് വണ്ടിക്ക് പുത്തൻ മാതിരി കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ റീസ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നമ്മൾ ഇത്രയും പൈസ മുടക്കിയിട്ട് വണ്ടി റീസ്റ്റോർ ചെയ്യുന്നത് വണ്ടി നീറ്റാവാൻ വേണ്ടിയിട്ടാണ്. അത് ഷോറൂം കണ്ടീഷനിൽ വണ്ടി ഇറക്കി കൊണ്ടെടുക്കുന്ന ആഗ്രഹത്തോടു കൂടിയാണ് നമുക്ക് ആ വണ്ടി റീസ്റ്റോർ ചെയ്യുന്നത്. അത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും പ്ലസ് പോയിൻ്റ്, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെയിൻറ്റിങ് ആണ് കേട്ടോ. പെയിൻറ്റിങ് പാർട്ടാണ്. ആ പെയിൻറ്റിങ് പാർട്ട് വൃത്തിയായിട്ടില്ല എങ്കിൽ, അതായത് ഒരു 6 മാസം, 1 വർഷം, 2 വർഷമോ ഭംഗിപ്പോയിട്ട് ഒന്നിനും പറ്റാതാണ് നമ്മളെ പൈസ വേസ്റ്റ് ആവും. പിന്നെ വണ്ടിയോട് മടുപ്പ് തോന്നും. അതുകൊണ്ട് പെയിൻറ്റിങ് 4-5 രൂപ ലാഭം കിട്ടുന്നിടത്ത് പോയി ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പൈസ മുടക്കിയിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ ആ വണ്ടി ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു മഴക്കാലം കഴിയുമ്പോഴേക്കും ആ വണ്ടി ഒന്നിനും പറ്റാതെ ആവും. അപ്പോൾ പെയിൻറ്റിങ്ങും പെയിൻറ്റിൻ്റെ പ്രിപ്പറേഷൻ റെഡി ആവണം. അതേമാതിരി പെയിൻറ്റിങ് ചെയ്യുന്നത് അത്രയും നല്ല ക്വാളിറ്റിയിലെ ഗണ്ണ് ഉപയോഗിച്ച് ചെയ്യുന്ന സ്ഥലങ്ങളായിരിക്കണം. അതുമാതിരി തന്നെ കട്ടിങ് പോളിഷ് ചെയ്യാത്ത പെയിൻറ്റിങ് ആയിരിക്കണം. അതായത് പെയിൻറ്റ് അടിച്ചിട്ട് 2000-ൻ്റെ പേപ്പറൊക്കെ ഇട്ട് വരച്ചിട്ട് പോളിഷ് ചെയ്തെടുക്കുന്ന മാതിരിയുള്ള പെയിൻറ്റിങ് ആവരുത്. അത് നമ്മൾ കഴുകുന്നതിന് വാഷ് ചെയ്യുന്നതിനനുസരിച്ച് ആ പോളിഷ് പോയി കഴിഞ്ഞാൽ പെയിൻറ്റ് മങ്ങിക്കിടക്കും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ ക്ലിയർ കോട്ട് അടിച്ചിട്ട് ഫിനിഷ് ചെയ്തിടുന്ന പെയിൻറ്റിങ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ പോളിഷ് ചെയ്യുക, വാക്സ് ചെയ്യുക, പക്ഷേ കട്ടിങ് പോളിഷ് ചെയ്യരുത്. അത് ചെയ്യാതെ നിൽക്കുന്ന പെയിൻറ്റിങ് ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 5, 6, 7 വർഷം ആ പെയിൻറ്റ് ഒന്നും ആവില്ല. നമ്മൾ 5 വർഷമാണ് നമ്മൾ പെയിൻറ്റിങ്ങിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഗുണം പറയുമൊന്നുമല്ല. നിങ്ങൾ എവിടെ നിന്ന് ചെയ്യുകയാണെങ്കിലും കൂടെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആ പെയിൻറ്റിങ് ക്വാളിറ്റി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആ വർക്കിന് മുടക്കിയ പൈസ ഒക്കെ ഒരു 6 മാസം കൊണ്ട് വേസ്റ്റ് ആവും. തുടക്കത്തിലൊക്കെ ഏത് ലോക്കൽ പെയിൻ്റ് അടിച്ചാലും തിളക്കണ്ടാവും. അത് കഴുകുന്നതിനനുസരിച്ച്, വാഷ് ചെയ്യുന്നതനുസരിച്ച് അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. മങ്ങിപ്പോവും, വല്ല പൊളിഞ്ഞു പോവും. നമ്മൾ പെയിൻറ്റിങ് 30 years എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്പ്രേ പെയിൻറ്റിങ്ങിൽ 30 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ളതാണ് സ്പ്രേ പെയിൻറ്റിങ്ങിൽ നമ്മൾ. അപ്പോൾ അത് വിട്ടു. കാര്യം കടന്ന് സംസാരിച്ചു. അപ്പം നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യാൻ ആഗ്രഹമൊന്നുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞാൽ ഈ വണ്ടിക്ക് ചിലവായിരിക്കുന്നത് ഒരു 53 രൂപ 54 രൂപയാണ്. അത് കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷമാണ് വീല്, ടയർ മാറ്റിയിട്ടുണ്ട്, റിമ്മ് മാറ്റിയിട്ടുണ്ട്, അതേമാതിരി ഒരുവിധം പിന്നെ ഫ്രണ്ട് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഹാൻഡിൽ ബാർ മാറ്റിയിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് അസംബ്ലി, അങ്ങനത്തെ കാര്യങ്ങൾ, ടെയിൽ ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ് കംപ്ലീറ്റ് മാറ്റിയിട്ടാണ്. സ്റ്റിക്കർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും, ചെയിൻ സ്പ്രോക്കറ്റ്, ഓയിൽ ഫിൽറ്റർ, എല്ലാ കാര്യങ്ങളും അത് സർവീസ് മാതിരി മൊത്തം A to Z. എഞ്ചിൻ ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള വണ്ടിയാണ്.
അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഇപ്പോൾ ഓടിക്കുന്ന ആൾക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം പുത്തൻ വണ്ടി ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് ഇറക്കുന്ന ഒരു ഫിനിഷിങ് കിട്ടും. അത് മാത്രമല്ല, ഫിനിഷിങ് മാത്രം പോരല്ലോ, വണ്ടി ഓടിക്കാനും സുഖം വേണമല്ലോ. ആ ഒരു സുഖത്തിലും ആ സുഖം ഈ സത്യം പറഞ്ഞാൽ ഈ വണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സാധാരണ ഒരു വണ്ടി ഈ വണ്ടികൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മിനിമം കോസ്റ്റ് ഒരു 25,000 ആണ്. സാധനങ്ങളൊന്നും അധികം ഒന്നും മാറ്റാൻ റീപ്ലേസ് ചെയ്യാനില്ലാത്ത അവസ്ഥയിലാണ് വണ്ടി. 25,000 നിങ്ങൾക്ക് വണ്ടി റീസ്റ്റോർ ചെയ്ത് പുറത്തിറക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ടോർക്കിൻ്റെ കാര്യമാണ്. അപ്പോൾ ഞാനിതാ എല്ലാവർക്കും സംശയമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാൻഡേർഡ് എന്ന് ഇറങ്ങിയോ അന്ന് മുതൽ ഇന്ന് വരെ അതേ സെയിം ടോർക്ക് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നോക്കുക, ഞങ്ങൾ BS6 സ്റ്റാൻഡേർഡ് പോയിട്ടുള്ള BS6 ES പോയിട്ടുള്ള അതേ സ്പീഡിലാണ് ഇപ്പോൾ വണ്ടി പോകുന്നത്, 35 km/h. ഇനി അതിലൊന്ന് കുറച്ച് നോക്കുകയാണ്. ഹായ് 35 ബിലോ 35 നോക്കട്ടെ. ഞാനിത് മീറ്ററിലേക്ക് ശരിക്കും നോക്കുക. ഇതിന് കുറച്ചും കൂടെ ഒരു ടോർക്ക് കിട്ടാനുള്ള കാരണം ഗ്ലാസ് ഫുൾ സൈലൻസറാണ് കേട്ടോ. കാരണം ഗ്ലാസ് സൈലൻസർ നമുക്ക് കുറച്ച് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് സൈലൻസർ മാറ്റി ഒരു ഓപ്പൺ ഫ്ലോ സൈലൻസർ വെച്ച് കുറച്ചുകൂടി ടോർക്ക് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് BS6നേക്കാളും കുറച്ചുകൂടെ അത് കിട്ടിയത്. രണ്ടും സെയിം തന്നെയാണെന്ന് പറയാം, പക്ഷേ കുറച്ചുകൂടെ സൈലൻസറിൻ്റെ അതുകൊണ്ട് കുറച്ചുകൂടെ ടോർക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ എക്സോസ്റ്റ് നോട്ടും കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ പഴയ CI എഞ്ചിൻ പിന്നെ ബുള്ളറ്റ് ഉപയോഗിക്കുന്നവർ എന്തുകൊണ്ട് സ്റ്റാൻഡേർഡ് മാത്രമേ അവർ എടുക്കുകയുള്ളൂ. അതിന് കാരണം ഇതാണ്, ആ ഒരു പെർഫോമൻസ് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഒരു 50,000, 60,000, 70,000 കിലോമീറ്റർ കഴിയും വണ്ടി റോട്ടിൽ കിടന്നുറങ്ങും, പിന്നെ ഒഴുകുന്നുള്ളൂ. ഒരു 60,000 കിലോമീറ്റർ കഴിയുന്ന സമയത്ത് അതിൻ്റെ ക്ലച്ച് ഡിസ്ക് ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ പക്കായി വണ്ടി, യാതൊരു സംശയവുമില്ല. ക്രാങ്കിൻ്റെ ഫ്ലോയും കിട്ടും. അതുപോലെ തന്നെ വണ്ടി ക്രാങ്കിൻ്റെ ഫ്ലോ അല്ല, ക്ലച്ചിൻ്റെ ആ ഒരു പിന്നെ പിടുത്തം കൂടെ ആകുന്ന സമയത്ത് വണ്ടി ഇതാണ്. അപ്പോൾ ഇത് ഈ സത്യം പറഞ്ഞാൽ വണ്ടി റോട്ടിൽ കിടന്ന് ഒഴുകുകയാണിത്. ഇതാണ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറവുണ്ടായത് ഡിസ്ക് ബ്രേക്ക് ആയിരുന്നു. ഡിസ്ക് ബ്രേക്ക് പോലെ പിന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സെൽഫ് സ്റ്റാർട്ടോടെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, പക്ക ഓക്കെ. പിന്നെ വേറെ വണ്ടിയൊന്നും വേണ്ട നമുക്ക്. കാരണം ഈ വണ്ടിൻ്റെ ബെനിഫിറ്റ്, BS4 വണ്ടികളെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ABS വണ്ടി എന്ന് പറഞ്ഞാൽ നോ ടെൻഷൻ, ഒന്നുമില്ല. ആകെ വരുന്ന ഒരു കാർബറേറ്ററാണ്. അപ്പോൾ അത് തന്നെ എങ്ങനെയൊന്ന് കംപ്ലൈൻ്റ് ആകുന്ന സംഗതിയൊന്നുമല്ല. വണ്ടി നിർത്തിയിട്ട് ലോങ് ടൈമൊക്കെ നിർത്തിയിട്ടിട്ട് പാർക്ക് ചെയ്ത് പോകുന്ന ആളുകളെ കാർബറേറ്ററാണ്. പെട്രോളൊക്കെ വെച്ച് നമ്മൾ ചിലപ്പോൾ ടാങ്കിൽ ഡീസലൊക്കെ ഒഴിച്ച് നോക്കും, പക്ഷേ പെട്രോൾ ടാങ്ക് പിന്നെ ഇതാക്കാൻ, അതായത് പിന്നെ കാർബറേറ്ററിലെ പെട്രോൾ ഒഴിവാക്കാൻ മറന്നു പോകും. അപ്പോൾ കാർബറേറ്ററിലെ പെട്രോൾ ഒഴിവാക്കാൻ നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചാൽ ആ പെട്രോൾ കിടന്നിട്ട് അവിടെ കറ പിടിച്ചിട്ട് ജെറ്റിലുള്ളിലൊക്കെ കയറി ഫുള്ള് ബ്ലോക്കായി പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ മുമ്പം പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. പെട്രോൾ വെച്ചിട്ട് കാർബറേറ്ററിൽ ഒരിക്കലും നിങ്ങൾ പെട്രോൾ ഒഴിവാക്കി കളയാട്ടോ പാർക്ക് ചെയ്ത് പോകുന്ന വണ്ടികൾ. എന്നിട്ട് പാർക്ക് ചെയ്തിട്ട് പോവുക. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തുതരാം, എങ്ങനെയാണ് ലോങ് ടൈം പാർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ 2 വണ്ടി കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 വണ്ടിയും നല്ലതാണ്. പിന്നെ FIൻ്റെ വണ്ടീൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, FI വണ്ടി കുറച്ച് സ്മൂത്താണ്, കുറച്ചുകൂടി മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 വണ്ടിയിൽ എക്സോസ്റ്റ് മാറ്റിയത് സെയിം എഫക്റ്റാണ്. ക്രാങ്ക് വെയിറ്റിലും അതായത് ഈ ഒരു ലോ എൻഡ് ടോർക്കിലൊന്നും യാതൊരു ഡിഫറൻറ്റ് 2 വണ്ടിയും തമ്മിലില്ലെങ്കിൽ ഒരു ടെൻഷനില്ലാതെ എടുക്കാം. പക്ഷേ BS6 വണ്ടി എടുക്കുന്ന ആളുകൾ, നമ്മൾ നിയറസ്റ്റ് ആയിട്ട് ലോക്കൽ വർക്ക്ഷോപ്പുകൾ നല്ലതായിട്ട് വർക്ക് എടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം BS6ലേക്ക് പോവുക. അതല്ല എങ്കിൽ ആ വർക്ക് പിന്നെ എടുത്ത് നിങ്ങൾ ചിലപ്പം വർക്ക്ഷോപ്പുകാരൻ നിങ്ങൾക്ക് പണി തരും. ആ വർക്ക്ഷോപ്പുകാർ കുറ്റം പറയല്ല, അവർക്ക് അറിവില്ലായ്മയാണ്. ചില വാഹനങ്ങൾ പഠനോപകരണമാക്കും. നമ്മൾ വാഹനങ്ങൾ കസ്റ്റമർ വാഹനങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് അറിയാത്ത പണികൾ എടുക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിന് ഒരുപാട് ലോസ് വരുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. മെക്കാനിക്സിനെ കുറ്റം പറയുന്നൊന്നുമില്ല, എല്ലാവരും ആ ഒരു പിന്നെ വർക്ക് എടുക്കുന്ന ആളുകളാണ്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമുക്കറിയാത്ത വർക്കുകൾ എടുക്കാതെ കസ്റ്റമൈസിന് ഒരിക്കലും പിന്നെ ലോസ് ഉണ്ടാക്കാത്ത രീതിയിൽ വർക്ക് എടുക്കുക. അറിയില്ലെങ്കിൽ അറിഞ്ഞവരോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ FI വണ്ടികളുടെ മുകളിലേക്ക് കൈവെക്കുക. അതില്ലെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് കംപ്ലയിൻറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും. ചെറിയൊരു മിസ്സിങ്ങിന് വണ്ടി സ്റ്റാർട്ടാവാത്ത അവസ്ഥ വരും. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ 2 വണ്ടി കുറച്ച് ലെങ്തി വീഡിയോ ആയെന്ന് തോന്നുന്നു. എൻ്റെ
വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ വിട്ടേക്ക്. കാരണം ഞാൻ ചെയ്യുന്നത് ആരും സൂചിപ്പിക്കാനോ ആരും മുഷിപ്പിക്കാനോ ഒന്നുമല്ല, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും. അപ്പോൾ ഏതൊരു വണ്ടിയാണെങ്കിലും കൂടെ. ഇപ്പോൾ റോയൽ എൻഫീൽഡ് എന്നുള്ളത് ഞാൻ വർഷങ്ങളായിട്ട് 25 years ആയിട്ട് റോയൽ എൻഫീൽഡ് സർവീസ് മേഖലയിലുണ്ട്. സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ മേഖല 20-30 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ ആധികാരികമായിട്ട് റോയൽ എൻഫീൽഡ് ട്രെയിൻഡ് മെക്കാനിക്കാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറേയൊക്കെ ആധികാരികത ഉണ്ടാവും. നമ്മളെ എക്സ്പീരിയൻസാണ് നമ്മളിങ്ങോട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം പുതിയ ആളുകൾ ബുള്ളറ്റ് എടുക്കാമെന്നുള്ള വലിയൊരു ആഗ്രഹത്തോട് ബുള്ളറ്റ് എടുക്കുന്ന സമയത്ത് വലിയ മെയിൻ്റെനൻസ് ആണ്, വലിയ ചിലവാണെന്ന കാര്യത്തിൽ ഭയപ്പെട്ട് മാറി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനൊരു കാരണവും എടുക്കുന്ന പണികൾ കൃത്യമായിട്ട് എടുക്കാത്തത് കൊണ്ടും വർക്ക് എടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഓയി പാഴ്സ് ഉപയോഗിക്കാതെ പണിയെടുക്കുന്നത് കൊണ്ടും അത് വീണ്ടും വീണ്ടും വർക്ക് വരുമ്പോഴാണ് നമുക്ക് മുഷിപ്പുണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ബുള്ളറ്റാണ് ഉപയോഗിക്കുന്നത്, അതൊരു ലെജൻഡ് റൈഡേഴ്സിൻ്റെ വാഹനമാണെന്ന് മനസ്സിലാക്കി അതിനെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് മെയിൻ്റനൻസ് ഫ്രീ വണ്ടി എന്ന് തന്നെ പറയാം. കാരണം ഞാൻ വർഷങ്ങളായിട്ട് റോയൽ എൻഫീൽഡ് ഉപയോഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് മെയിൻ്റനൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഞാനെപ്പോഴും പറയാറുണ്ട് എന്ത് മെയിൻ്റനൻസ് അതിനുള്ളതെന്ന്. കെയറിങ്ങിൻ്റെ പ്രശ്നമാണ്, നമ്മൾ ഉപയോഗിക്കുന്നിടത്തുള്ള പ്രശ്നമാണ്. മൾട്ടി യൂസ് റോയൽ എൻഫീൽഡിന് പറ്റില്ല. പിന്നെ സ്റ്റാൻഡേർഡൊക്കെ ചെയിൻ സ്പോക്കറ്റ് അടിച്ച് പോകാനുള്ള കാരണം സ്പോക്കറ്റ് അടിച്ച് പോലെ ഗ്രാജുവലി ആക്സിലേഷൻ കൊടുക്കാതെ പെട്ടെന്ന് ഈ എടുക്കലാണ്. ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ചെയിൻ സ്പോക്കറ്റൊക്കെ നല്ല ലൈഫ് കിട്ടും നിങ്ങൾക്ക്. അതിനോട് മയത്തിൽ പെരുമാറി നമ്മളൊരു കുടുംബത്തിലൊരു അംഗത്തെ പോലെ കണ്ടു കിടന്ന റോയൽ എൻഫീൽഡ് ഒരു പണിയും തരില്ല. നിങ്ങളെ രാജാവിനെ പോലെ കൊണ്ടെടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് റോയൽ എൻഫീൽഡ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ രണ്ട് വണ്ടിയെക്കുറിച്ച് ഞാൻ ഏകദേശം ധാരണ തന്നെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം BS6 വണ്ടിയും BS4 വണ്ടിയും. ഏതൊരു സ്റ്റാൻഡേർഡ് ആണെങ്കിലും ES ആണെങ്കിലും KS ആണെങ്കിലും സ്റ്റാൻഡേർഡ് ആണെങ്കിലും ഈ ഒരു കാറ്റഗറി UC വരുന്ന ആ ഒരു കാറ്റഗറിയിലെ 350 എല്ലാം തന്നെ സെയിം ക്രാങ്ക് വെയിറ്റ് ആണ്, സെയിം ടോർക്കാണ്, സെയിം പെർഫോമൻസ് ആണ്. അതാണ് എനിക്കിതിലൂടെ പറയാനുള്ളത്, കാണിച്ചു തന്നേക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടൻ കാണാം.